ഗോകുൽ, ഈ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ഒട്ടിച്ചൊക്കെ വച്ചിരുന്നല്ലോ. കുട്ടികൾ എങ്ങനെ സ്കൂളിൽ വരുമെന്ന് നമ്മൾ നിരന്തരമായി വാർത്ത ചെയ്തതിന് ശേഷം ഒന്ന് ടാർ ഒട്ടിച്ചൊക്കെ വച്ചിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? വീണ്ടും കുത്തിപ്പൊളിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഈ സ്റ്റാച്യു, സെക്രട്ടേറിയറ്റ് പരിസരത്തെ റോഡുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? ടെൻഡർ കൊടുത്താൽ ആ ടെൻഡർ വിജയകരമാകുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് തിരുവനന്തപുരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വഞ്ചിയൂർ റോഡാണ്, വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡ്. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായി ആശ്രയിക്കുന്ന, കോടതിയിലേക്ക് പോകുന്നവർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഇപ്പം നിലവിൽ തകൃതി പിടിച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ പണികളൊക്കെ തന്നെ പകുതി വഴിയിൽ ഇടയ്ക്കൊന്ന് നിന്നുപോയി വീണ്ടും പണി തുടരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുൻഭാഗത്താണ്. ഇവിടെ ആദ്യ സമയത്ത് ഇതായിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ ഒന്ന് കുറച്ചുകൂടെ മാറ്റമുണ്ട്. കാരണം ഇവിടെ ഈ ഓടയുടെ പണിയുടെ ഭാഗമായിട്ട് അതിന് മേൽമൂടിയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അത് ചെറിയൊരു പലകയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വീട് കഴിഞ്ഞ തവണ ഈ വെള്ളം, അതായത് മഴ പെയ്ത്തിൻ്റെ സമയത്ത് ഈ വീട്ടിലേക്കൊക്കെ റോഡിൽ നിന്നടക്കമുള്ള വെള്ളം കയറി അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ വീടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ നിലവിൽ സാഹചര്യം വളരെ അതിരൂക്ഷമാണ്. ആ സാഹചര്യം കാരണം കഴിഞ്ഞ തവണ അടിഞ്ഞുകൂടിയ മണ്ണാണ് ഈ കിടക്കുന്നത്. അപ്പോൾ വീട്ടുകാർ ഇവിടെ നിന്ന് നിലവിൽ വണ്ടി അടക്കമുള്ളവ പുറത്ത് ജനറൽ ആശുപത്രിക്ക് മുൻപിലേക്ക് കൊണ്ടിടേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് അടിഞ്ഞുകൂടിയ മണ്ണാണിത്. നമുക്ക് പറയുന്ന പോലെ തന്നെ സിറ്റിക്കകത്തെ വീടാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്രയും മണ്ണ് വരേണ്ടതല്ല. പക്ഷേ ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ സാഹചര്യം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. കാരണം ഇവിടെ പലപ്പോഴും പ്രതികരണത്തിന് പോലും ആളില്ലാത്തൊരു സാഹചര്യം കൂടെ തലസ്ഥാനത്തുണ്ട്. കാരണം റോഡ് പണിയുടെ ഭാഗമായിട്ട് ഈ മണ്ണും പൊടിയും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് നിലവിൽ ആഗ്രഹിക്കുക. എന്തായാലും ഒരു ചേട്ടൻ കൂടെ, പ്രദേശവാസി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ പണികളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? പണിയൊന്നും കുഴപ്പമില്ലാതെ പോകുന്നു ഭംഗിയായിട്ട്. നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യം അവർ ഉണ്ടാക്കി തരും. പിന്നെ പോയിട്ട് വെള്ളവും മണ്ണൊക്കെ കയറിയായിരുന്നു. പിന്നെ ഈ വാഹനം മാത്രം വീട്ടിൽ കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പണി ഫെബ്രുവരി തുടങ്ങിയതാ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഓടയുടെ പണിയും കൂടെ തീർന്നാലേ വണ്ടി അകത്ത് കയറ്റാൻ പറ്റും. അല്ല, വണ്ടി നമ്മൾ വേറെ റോഡിലിടുക. ഇപ്പം ഈ റോഡിലല്ല, അമ്പലത്തിലോട്ടുള്ള റോഡിലെ കുടിവെള്ളം പല പ്രാവശ്യം അവർ പൊട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ അവർ തന്നെയൊക്കെ നന്നാക്കി തന്നു. രതീഷ, ഇത് തന്നെയാണ് തലസ്ഥാനത്തെ അവസ്ഥ. തലസ്ഥാനത്ത് ഇപ്പം നിലവിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാ റോഡുകളുടെയും അവസ്ഥ ഏറെക്കുറെ സമാനമാണ്. കാരണം പകുതിക്ക് വെച്ച് പണി നിർത്തി ആകെ 2 റോഡുകൾ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും പൂർത്തിയാക്കിയത്. ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡിൻ്റെ ഒരു ഭാഗം ഈ പറയുന്നത് പോലെ തന്നെ ടെൻഡർ 2 പേർക്ക് കൊടുത്തുകൊണ്ട് തന്നെ 2ആയിട്ട് തന്നെയാണ് ആ പണിയൊക്കെ മുൻപോട്ട് പോയത്. അപ്പം അത് പകുതി വെച്ച് നിന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഓടയുടെ സാഹചര്യം കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വരുന്നു. ഓടയുടെ സാഹചര്യത്തിലേക്ക് വരുമ്പം ഓട പൊട്ടിക്കിടക്കുന്ന ചില സാഹചര്യങ്ങൾ ചില പ്രദേശങ്ങളിലുണ്ട്. അപ്പം അത്തരത്തിൽ കൂടെ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗം ഇത്തരത്തിൽ മൊത്തത്തിൽ ആളുകൾക്ക് വലിയ ദുരിതമാണ്. നടക്കാൻ പോലും സാഹചര്യമില്ല. ഈ റോഡൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വഞ്ചിയൂർ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവഴി ഗതാഗതം സാധ്യമല്ല. ഇന്ന് ടാറിങ് രാത്രിയോടുകൂടി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും നിലവിൽ ഇതാണ് രതീഷ് തലസ്ഥാനത്തെ അവസ്ഥ. ടാറിങ് പൂർത്തിയാക്കിയാലും അതിന് തൊട്ട് മേളിലല്ലേ ഈ ഗവൺമെന്റ് സ്കൂളുള്ളത്, സെന്റ് മേരീസ് സ്കൂളുള്ളത്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നാണ്. അപ്പോൾ സാധാരണ ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ആ റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ തിരക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ വൺ വേ ആയി വിടാറുണ്ട്. വഞ്ചൂർ ഇപ്പോൾ ഗോകുൽ നിൽക്കുന്ന സ്ഥലത്ത് കൂടി ആ റോഡ് വൺ വേ ആക്കാർ ഒക്കെ പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭാഗം മാത്രമല്ലേ അല്പം മിനുക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ സ്കൂളിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ്? ഈ സ്കൂൾ വാഹനങ്ങളൊക്കെ ഏത് വഴിക്കാണ് എത്തുന്നത്? ജനറൽ ഹോസ്പിറ്റൽ വഴി വരുമ്പോൾ അവിടുത്തെ ഗതാഗത തിരക്കും കുരുക്കും ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ? വലിയ തിരക്ക് തന്നെയാണ്. പലപ്പോഴും ഈ പാറ്റൂർ റോഡ് വഴിയൊക്കെ തന്നെ കയറേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന റോഡാണെങ്കിൽ തന്നെ ഇതിപ്പം പണി മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് ഇത് വലിയ കുഴിയായിരുന്നു, കിടങ്ങായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്ന് ഒരു മെറ്റലിട്ട് ഒരു ലെയർ ടാറിങ്ങിലേക്കുള്ള ഒരു പരുവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ പലപ്പോഴും ഈ വീടുകളുടെയൊക്കെ അവസ്ഥ അതിരൂക്ഷമാണ്. ഇവിടെ കുട്ടികളൊക്കെ തന്നെയുണ്ട്. നമ്മൾ കാണുകയാണെങ്കിൽ നിലവിൽ ഈ സാഹചര്യം വളരെ രൂക്ഷമാണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ കുട്ടികളൊക്കെ ഈ നിലവിൽ ഈ ഓടയൊക്കെ മറിച്ച് കടന്നുകൊണ്ട് വേണം സ്കൂളിലേക്ക് പോകേണ്ടതായിട്ട്. ഓനെ എത്രല്ല പഠിക്കുന്നത്? ഞാനും ചേച്ചിയൊക്കെ പോണത് പുറകിലോ കൂടെ. ഞാനും ചേച്ചിയൊക്കെ വീടിന്റെ പുറകിൽ കൂടെ പോകുമല്ലേ? അതുവഴി റോഡുണ്ടോ? അതുവഴി അവിടെ എത്തും. അത് അവിടെ ആയിട്ട് ഒരു വഴിയുണ്ട്, അവിടെ കൂടെ എത്തും. ഇതുവഴി പോകാറില്ല? ഇതുവഴി പോകാറില്ല.
പോവാറില്ല. ഇപ്പൊ ഞങ്ങൾ ഇനി ഇത് ശരിയാക്കിയതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് കയറി പോവുമായിരിക്കും, അല്ലെങ്കിൽ ചേച്ചി പറയുന്ന രീതിയിൽ പോകും. ഞാൻ വണ്ടിയൊക്കെ എവിടെ ഇടുന്നേ? വണ്ടി അകത്തായിട്ടിരിക്കുന്നേ. പോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? പോകാൻ പോകുന്നത് രതീഷ ഇത് തന്നെയാണ്. അതായത് നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കുട്ടി നിൽക്കുന്ന പ്രദേശമാണെങ്കിലും എപ്പോൾ വേണേലും ഇടിഞ്ഞു താഴാവുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അത് പണിയുടെ ഭാഗമായിട്ട് സ്മാർട്ട് സിറ്റി റോഡ് പണിയല്ല ഒരിക്കലും പ്രശ്നം, പക്ഷേ സമയബന്ധിതമായി തീർക്കാത്തത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് നാട്ടുകാർക്ക് ഉന്നയിക്കാനുള്ളത്. ചിലരൊക്കെ തന്നെ ആദ്യ സമയത്ത് നമ്മളോട് പ്രതികരിച്ചിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അവർ പ്രതികരിക്കാൻ പോലും പുറത്തേക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം വീടിനകത്ത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഒതുങ്ങിക്കൂടുന്നത്. കാരണം റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള പൊടിപടലവും മൊത്തത്തിൽ തിരക്കുമൊക്കെയാണ്. പിന്നെ വാഹന ഗതാഗതത്തിനുള്ള സാഹചര്യവുമില്ല, നടക്കാനുള്ള സാഹചര്യവുമില്ല. അങ്ങനെയാണ് തലസ്ഥാനത്തെ ജനജീവിതം. എന്തായാലും അത് ഇന്ന് തന്നെ ടാർ ചെയ്യുമെന്നാണ് നിലവിൽ കോൺട്രാക്ട് അടക്കം പറയുന്നത്. ശരി, രാഹുൽ ജി നാഥിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ, തിരുവനന്തപുരത്തിന്റെ അഭിമാനമാണ് എം ജി രാധാകൃഷ്ണൻ. കേരളത്തിന്റെ ആകെ അഭിമാനമാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് എം ജി രാധാകൃഷ്ണന്റെ വീട്, ഓമനക്കുട്ടി ടീച്ചറുടെ വീട്, എം ജി ശ്രീകുമാറിന്റെ അവരുടെ കുടുംബ വീട്, ആ വീടിൻ്റെ മതിലടക്കം ഈ റോഡ് പണിയുടെ ഭാഗമായി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റ് നേരെ മുൻപിൽ സ്റ്റാച്യുവിൽ ഇന്നലെ രാത്രി ഞാൻ പോകുമ്പോൾ അവിടെ വീണ്ടും ടാർ ചെയ്തു എന്ന് അവകാശപ്പെട്ട ആ റോഡ് വീണ്ടും കുത്തിപ്പൊളിച്ച് എന്തോ കേബിൾ പണിയൊക്കെ നടക്കുകയാണ്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വരുന്ന റോഡ് അത് പണി പൂർത്തിയായാൽ സൈക്കിളിനടക്കം പ്രത്യേക ട്രാക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി നേരത്തെ ഒരു ചിത്രം കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഈ വിമർശനമൊക്കെ ഉയരുമ്പോൾ ആ ക്വാളിറ്റിയിലേക്ക് ഈ റോഡ് എത്തുന്നുണ്ടോ, അതോ വെറുതെ എങ്ങനെയെങ്കിലും ഈ പണി പൂർത്തീകരിച്ച് പോകാം, സ്മാർട്ട് സിറ്റി എന്ന പ്രധാനപ്പെട്ട സ്വപ്നം അത് കടലാസിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ടോ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ? രജീഷ്, നിലവിലെല്ലാം കടലാസിൽ കാണിച്ച ചിത്രങ്ങളും വാഗ്ദാനങ്ങളുമായി മാത്രമാണ് നിൽക്കുന്നത്. കുറച്ചധികം തീയതികൾ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ തീയതികളെല്ലാം കഴിഞ്ഞു. പിന്നെ ചിത്രമാണുള്ളത്. നാളെ സ്മാർട്ടാവും, മറ്റന്നാൾ സ്മാർട്ടാവും, സ്മാർട്ട് ആയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് സൂചിപ്പിച്ച വീട് ഈ വഴിയുടെ അങ്ങേ അറ്റമാണ്. ഓമനക്കുട്ടി ടീച്ചർ ഇപ്പോൾ അവിടെ സംഗീത ക്ലാസ് നടത്തുന്നത്. ഞാൻ വരുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഈ ഓടയിലൂടെ നടന്നു വരികയായിരുന്നു. മാതാപിതാക്കൾ വണ്ടിയിൽ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഗീത ക്ലാസ് നടക്കുകയാണ്. അവരും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ പ്രൊഫഷണൽ കൊറിയറിൻ്റെ ഓഫീസുണ്ട്. അവിടെ ഈ കൊറിയറുകളെല്ലാം നോക്കൂ, വണ്ടിയിലേക്ക് കയറ്റണമെങ്കിൽ അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവന്ന് ഈ ഓടയിൽ നിർത്തി പിന്നെ വണ്ടിയിലേക്ക് കയറ്റേണ്ട അവസ്ഥയാണ്. ആ ഒരു ഉയര വ്യത്യാസം മനസ്സിലാവും. റോഡിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലാണ് ഈ ഓടയുള്ളത്. അപ്പം റോഡിന് ലെവൽ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ബാക്കി പ്രദേശങ്ങളിൽ കണ്ടതുപോലെ ഒരു ടാറിങ് നടക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞതും ഇതിനിപ്പോൾ റെഡിയായി ടാർ ചെയ്താലും ഞങ്ങളൊരു പ്രതീക്ഷയില്ല. കാരണം ഇത് ഇനിയും കുത്തിപ്പൊളിക്കാൻ സാധ്യതയുണ്ടാകും. അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ നമ്മോട് പറയുന്നത്. ആ ഒരു മോഹഭംഗം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ കേട്ടും അടുത്ത മനസ്സിൽ നിന്നുണ്ടായത് തന്നെയാണ്. അവർ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്ന് ഇത് റെഡിയാകില്ല, അല്ലെങ്കിൽ റോഡ് ശരിയാകില്ല എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ഒരു വീട് നമുക്ക് കാണാം. ഇവിടെ ഒരു കാറ് കിടക്കുന്നത് കാണുന്നുണ്ട്. കാരണം ഞാൻ ഈ വന്ന വഴിയിലൊന്നും കാറുകളില്ലായിരുന്നു. എന്താണ് സംഭവം ചോദിക്കാം. കാരണം ഇവർ നമ്മളോട് പറഞ്ഞത് ഇവർക്ക് ഈ റോഡിനപ്പുറത്തേക്ക് കാറിടാൻ പ്രത്യേക സ്ഥലങ്ങൾ ഈ വീട്ടുകാർ തന്നെ ധാരണയായി തീരുമാനിച്ചിരുന്നു. ചേച്ചി, ഇവിടെ കാർ വന്നല്ലോ, ഇവിടെ സഞ്ചരിക്കാൻ കുഴപ്പമില്ലേ? ഇത്ര ദിവസം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇന്ന് മെറ്റലിട്ടതിന് ശേഷം ഇന്നലെ ഇവിടെ കാർ കയറ്റിയിട്ടു. ഇന്നലെയാണോ കാർ കയറ്റി? ഇന്നലെ. എത്ര ദിവസമായിട്ട് കാർ ഉപയോഗിക്കാൻ പറ്റില്ല? 1.5 മാസം കൊണ്ട് ഞങ്ങൾ റോഡിൽ കൊണ്ടിട്ടിരുന്നു, സ്കൂളിന്റെ അവിടെ കൊണ്ടിട്ടിരുന്നു. ഇവിടെ നമുക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പുറം ആളില്ല, ഇപ്പുറം ആശുപത്രിയല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മളിവിടെ വാടകക്കാരാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ട് 3-4 മാസമേ ആയുള്ളൂ. 2 മാസം കൊണ്ട് കാർ പുറത്തായിരുന്നു. ഇവിടെ വന്ന തീരുമാനം എങ്ങനെയുണ്ട്? ഇപ്പം എന്ത് തോന്നുന്നു? തീരുമാനത്തിന് എന്താ മോശം? ഒരു മോശവും ഇല്ല. പിന്നെ ശരിയാവുമല്ലോ. ഇത്ര ശരിയായില്ലേ? ഇത്ര ശരിയായി ബാക്കിയും കൂടെ ശരിയാവും. മനുഷ്യനല്ലേ, പ്രതീക്ഷ തന്നെ. 3 മാസമായപ്പോൾ പ്രതീക്ഷ ബാക്കി വെക്കുന്നവരുണ്ട്. രതീഷ് അണ്ണ റെഡി ആകുമെന്നാണ് പറഞ്ഞത്. ചേച്ചി ഇപ്പൊ കണ്ടില്ല, ആ റോഡിന്റെ ലെവൽ കണ്ടില്ലേ? അപ്പൊ അവിടെയുള്ള വീട്ടുകാർക്ക് ഇപ്പോഴും കാർ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ വിതിരയിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരാ. അപ്പം നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ റോഡ് പണിത് വെച്ചിട്ട് റോഡിന്റെ കുഴിയിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവരത് ചെയ്യാൻ കൊടുക്കും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ്, ഇത് വിതുരയിൽ താമസിച്ചപ്പോൾ ഇതിനും വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് പ്രശ്നമല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്രശ്നമുണ്ട്. നമ്മൾ തൊളിക്കോടൊക്കെ ഭാഗത്തൊക്കെ വീട് ഇങ്ങനെ കുഴിയിലിരിക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ, അവർ ശരിയാക്കി കൊടുക്കും. വലിയ പ്രതീക്ഷയാണ് ചേച്ചി പങ്കുവെക്കുന്നത്. 3 മാസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഇത് അതിനു മുമ്പേ ആൾക്കാരുണ്ട്. എന്തായാലും പ്രതീക്ഷയുടെ രാഹുൽ, ഈ കാണുന്ന റോഡ് അത് മറ്റ് സ്ഥലങ്ങളിലെ ആളുകൾ, ഈ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ റോഡ് കാണുമ്പോൾ ഒരു ചെറിയ ഇട റോഡല്ലേ, എന്തിനാണ് ഇത്ര പെരുപ്പിച്ച് കാണിക്കുന്നത് എന്നൊക്കെ തോന്നുന്നത്. നഗര ഹൃദയത്തിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്.
നേരെ തൊട്ടപ്പുറത്ത് മ്യൂസിക് കോളേജുണ്ട്, മോഡൽ സ്കൂളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ വിദ്യാലയങ്ങളിലൊന്നായ മോഡൽ സ്കൂളുണ്ട്, അതിനപ്പുറത്ത് ആർട്സ് കോളേജുണ്ട്, തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നേരത്തെ ഫ്രെയിമിൽ പിൻഭാഗത്ത് കണ്ടത്, മറുസൈഡിൽ PF ഓഫീസുണ്ട്, വലതുവശത്തേക്ക് പോയാൽ കമ്മീഷണർ ഓഫീസ്. ഇന്നലെ അതുവഴി പോയപ്പോൾ കമ്മീഷണർ ഓഫീസിൻ്റെ മുന്നിൽ പകുതിയേ ഉള്ള റോഡ്, ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. തൊട്ടപ്പുറത്ത് വുമൻസ് കോളേജുണ്ട്, നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അപ്പുറത്ത് അമ്മയും കുഞ്ഞും ആശുപത്രിയുണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞത് 6 മാസം, ഞാനൊരു പക്ഷേ അതിലെ വണ്ടി ഓടിച്ചിട്ട് 2-3 വർഷമായി എന്നാണ് എൻ്റെ ഓർമ്മ. എപ്പോഴും ഒരു ഭാഗം അല്ലെങ്കിൽ മറുഭാഗത്ത് എപ്പോഴും പണിയാണ്. ഇത് എന്ന് തീരുമെന്നൊരു ഉറപ്പ് ഇനി ആരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ ഉറപ്പ് പ്രതീക്ഷിക്കണോ? ഇടയ്ക്ക് വെച്ച് ഒന്ന് പ്രതികരിച്ച കടകംപള്ളി സുരേന്ദ്രൻ മുൻമന്ത്രിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് നിശബ്ദനാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പൊതുമരാമത്ത് മന്ത്രി ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് തീരുമെന്ന്? അതെ, രതീഷ് തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ രതീഷ് എത്രയോ വർഷമായെന്ന് പറയുന്നത്. അപ്പോൾ റോഡ് മറന്നു കാണും, അത് തന്നെയാണ് നാട്ടുകാർ. ഞങ്ങൾ ഈ റോഡ് മറന്നു, ഞങ്ങൾ വേറെ റോഡാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൊല്ലംകാരനാണ്, പക്ഷേ ഈ റോഡ് എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടു. കാരണം സംഗീതം പഠിക്കാൻ വരുന്ന കുട്ടികൾ, തൊട്ടപ്പുറത്ത് ആശുപത്രിയാണ്, അവിടെ വരുന്ന ഒരാളായാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം, അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം, പരിഹാരം ഉണ്ടാകണം എന്നുള്ള ആശയത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ പ്രതീക്ഷയുള്ളവരെ പങ്കുവെക്കാൻ കൂടി സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. പിന്നെ രതീഷ് പറഞ്ഞത് വാഗ്ദാനങ്ങൾ നിരവധിയാണ്, പല തീയതികൾ പറയുന്നുണ്ടായിരുന്നു. ആ തീയതികളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എത്ര തീയതികൾ കേട്ടു നമ്മൾ, എത്ര തീയതികൾ കേട്ടു, എത്ര വിമർശനങ്ങൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അത് ഇഴയുന്നതിൽ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ആളുകൾ രോഷത്തോടെ പ്രതികരിക്കുമ്പോൾ അവരോട് എന്താണ് പറയാൻ കഴിയുക? 3-4 തീയതികൾ കേൾക്കുന്നു, ഒരു ഉറപ്പും കേൾക്കുന്നില്ല. ഇപ്പോൾ ഈ രീതിയിൽ മെറ്റലിട്ടു വണ്ടി പോകുന്ന തരത്തിലായി. എങ്കിലും ഈ വീടുകളുടെ അവസ്ഥ നോക്കൂ, ഈ ഉയര വ്യത്യാസം നോക്കൂ. ഇവർക്ക് വണ്ടി ഇപ്പോഴും റോഡിലാണ് കിടക്കുന്നത്. ഇനി ടാർ ചെയ്താൽ പോലും, ഇനി സ്മാർട്ട് റോഡിന്റെ പേര് പറഞ്ഞ് ടാർ ചെയ്താൽ പോലും അത് വീണ്ടും കുത്തിപ്പൊളിക്കില്ല എന്ന ചോദ്യത്തിൽ നിന്ന് മറുപടി നൽകാൻ സത്യം പറഞ്ഞാൽ നമുക്കും ആകില്ല. നമ്മൾ നിസ്സഹായരാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ അധികൃതരെ കാണുമ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ തീയതി പറയുന്നു, അതിൽ വിശ്വസിച്ച് ആ തീയതി അവതരിപ്പിക്കുന്നു. ആ തീയതി കഴിയുമ്പോൾ ഇത് പ്രശ്നമായി തന്നെ ഉന്നയിക്കണ്ടേ? അത് മാത്രമാണ് രതീഷ് നമ്മൾ ചെയ്യുന്നത്. ശരി, ജനറൽ ആശുപത്രി റോഡിലേക്ക് ഒരിക്കൽ കൂടി പോയി അവസാനിപ്പിക്കുന്നു. ഗൂഗിൾ, ഇപ്പോൾ ഈ വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡുണ്ടല്ലോ, കോടതിയിലേക്ക് കണക്ട് ചെയ്യുന്ന വഞ്ചിയൂർ ജംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണത്. അതിനിടയ്ക്കാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമുള്ളത്. സമീപത്തെ റോഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്, സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന റോഡും ഇതെല്ലാം ഈ ഭരണ സംവിധാനത്തിൻ്റെ മൂക്കിന് കീഴെയുള്ള റോഡുകളാണ്. ഇതിൽ ഗുണനിലവാര പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ? ഈ ടാർ ചെയ്ത റോഡുകൾ വീണ്ടും സൈഡെല്ലാം കുത്തിപ്പൊളിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്മാർട്ടാകുന്നു എന്നതായിരുന്നല്ലോ പ്രഖ്യാപനം. എന്ന് തീരും ഈ പണിയൊക്കെ എന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുൾപ്പെടെ, കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് രാത്രിയോടുകൂടി ഇത് ഒരു ലെയർ ടാറിങ്ങിലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് ഈ ടാറിങ് രതീഷ് പറഞ്ഞതുപോലെ ഗുണനിലവാര പരിശോധനകളോ ഒന്നും തന്നെ നിലവിൽ നടത്താതെ ഉള്ളതാണ്. കാരണം ഇത് വളരെ പെട്ടെന്ന് തകൃതിയായി തന്നെ അത് നീങ്ങുകയാണ്. കാരണം ഇത്രയും മാധ്യമ വിമർശനം ഉന്നയിക്കുന്നു, ജനങ്ങൾ വിമർശനത്തോട് മുമ്പോട്ട് വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ പണി തീർക്കുക എന്നുള്ളതാണ് നിലവിൽ സ്മാർട്ട് സിറ്റിയുടെ മുമ്പിലുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പണി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം, ഈ ഒരു ലെയർ ടാറിങ് എന്ന് പറയുന്നത് വെറുതെ ടാറ് കൊണ്ടിടുക എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നതാണ്. നിലവിൽ ഈ റോഡ്, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്ന റോഡാണ്. ഒപ്പം സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാടുള്ള പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ സാഹചര്യം ഇതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ റോഡ് ഇപ്പോൾ നിലവിൽ ടാറിങ്ങിനായിട്ടുള്ള എല്ലാ ഒരുക്കത്തിലുമാണ്. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി ടാർ ചെയ്യാൻ സാധ്യത, രാത്രിയോടുകൂടി ടാർ ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത്. പലപ്പോഴും ഈ റോഡിൻ്റെ വേറൊരു പ്രശ്നം, ഈ ഓടയുടെ ഭാഗമൊക്കെ ഇടിഞ്ഞ് താഴ്ന്ന് കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ തന്നെ നിലവിൽ മൂടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഇവിടെ വെള്ളവുമില്ല, അതും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ ദുരിതമാണ്. ഒപ്പം കടകളൊക്കെ ഉണ്ട്. 3-4 മാസമായിട്ട് ഈ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടപ്പാണ്. ഒരു കട പോലും തുറന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് അടുത്തുള്ള, ജനറൽ ആശുപത്രി അടുത്തുള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ ഷോപ്പുകൾ അടക്കമുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ അവസ്ഥ അതിരൂക്ഷമാണ്. കാരണം തുറക്കാനാകുന്നില്ല, കടകൾ തുറക്കാനാകുന്നില്ല. പലരും നഷ്ടക്കണക്കുകളൊക്കെ ആദ്യകാലത്ത് നടത്തി. ശരി, ഏതായാലും ഉറപ്പെല്ലാം തോട്ടിലൊഴുകിപ്പോയി. മന്ത്രി അപ്പൂപ്പൻ മാത്രമല്ല, മറ്റു മന്ത്രിമാരും ഒക്കെ പറഞ്ഞ വാക്കുകൾ പാഴായിപ്പോയി. മേയറെ ഇതേക്കുറിച്ച് മേയറുടെ പ്രതികരണമൊന്നും കാണാനേ ഇല്ല. എപ്പോൾ സ്മാർട്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയില്ല. ഇതിൻ്റെ ഗുണനിലവാരം ആര് പരിശോധിക്കും?
ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ അതിന് മുകളിലൂടെ ടാർ ഒട്ടിച്ചു പോകുന്ന പരിപാടി, അതിനുശേഷം വീണ്ടും വെട്ടി പൊളിക്കുന്ന പരിപാടി, ഇതൊക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടേ കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് റോഡ് എന്നാൽ എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ ഏതറ്റം വരെ ഈ പണികളെത്തി എന്നെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടക്കേണ്ടത് അനിവാര്യമായി വരികയാണ്. ഏതായാലും രാഹുൽ ജി നാഥും ഗോകുലുമാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകിയത്.